ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡ്യൂക്ക് 200 BS3ൻ്റെ ആക്സിലേറ്റർ കേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ബൈക്കാണ്. അപ്പോൾ ഇന്നാണ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ആക്സിലേറ്റർ ചെറിയൊരു ടൈറ്റ് കണ്ടത്. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്തപ്പോഴാണ് ആക്സിലേറ്റർ കേബിൾ സൈഡിൽ ചെറുതായിട്ട് ക്രാക്കായ പോലെ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് എങ്ങനെയാണ് ടൈമിലൊക്കെയാണ് കേബിൾ മാറ്റുക എന്നുള്ളത്. ഇത് ഞാൻ കേബിൾ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കണ്ടതാണ്. നോർമലി ഒരുവിധം എടുക്കതാ ഇപ്പോൾ കണ്ടില്ല, ഇതേപോലെ ഈ ഒരു പൊസിഷനിലാണ് ക്രാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ഗ്രിപ്പിൻ്റെ 2 സ്റ്റാർ സ്ക്രൂ ഉണ്ടാവും. അത് നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അയച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നോർമൽ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. ഇത് ടൂൾ കിറ്റിലും ഉണ്ടാവും. അത് വെച്ചിട്ട് വേണമെങ്കിൽ അതേറ്റവും യൂസ് ചെയ്യാം, പ്രോപ്പർ ടൂൾ യൂസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് വരുന്നത് കേബിള് ത്രോട്ടിൽ ബോഡീൻ്റെ, അതായത് അടിഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് നേരെ റിമൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കേബിൾ ഒന്ന് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കേബിളൊന്ന് ഫ്രീ ആവും, ലോക്ക് പോലെയാണ്. അടുത്തതായിട്ട് ത്രോട്ടിൽ ബോഡീൻ്റെ ഉള്ളിൽ ലോക്കിലാവും കണക്ട് ചെയ്ത്. ഒരു കണ്ടോ ഗ്രൂ കണ്ടോ, ആ ഗ്രൂവിൽ ഇങ്ങനെ കറക്റ്റ് ഇരിക്കാവും ചെയ്യുക കേബിൾ ലോക്കായി കണ്ട്. അപ്പോൾ ആദ്യം ത്രോട്ടിൽ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്തിട്ട് കേബിൾ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പോരും. അപ്പോൾ അത് കറക്റ്റ്, അത് നോക്കുമ്പോൾ കറക്റ്റ് നോക്കുക. അതായത് നമ്മൾ ഫസ്റ്റൊക്കെ മാറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നോക്കുക എങ്ങനെയാണ്. ഇപ്പോൾ 2 ഗ്രൂ വരുന്നുണ്ട് മുകളിലും അടിയിലും. അപ്പോൾ ഏതിലാണ് കറക്റ്റ് വരിക എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഊരുമ്പോൾ നോക്കിയാൽ മതി എങ്ങനെയാണ് എന്നുള്ളത്. ഇത് ഊരാൻ അത്ര വലിയ പണിയൊന്നുമില്ല. ചിലപ്പോൾ ഈ ഇതിൻ്റെ അവിടെ ത്രോട്ടിൽ ബോഡീൻ്റെ അവിടെ ഊരാനാവും, ചിലപ്പോൾ ചെറുത് ടൈറ്റ് വരലുണ്ട്. അങ്ങനെ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേബിളിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി അടുത്ത സെറ്റപ്പ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കേബിൾ അതേപോലെ ഊരിയെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് റൂട്ട് നോക്കുക. അതേപോലെ പഴയ കേബിൾ എവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, അതേ പൊസിഷനിലാണ് നമ്മൾ പുതിയത് ഇടുന്നത്. അപ്പോൾ ഓരോ വണ്ടീൻ്റെയും ഓരോ പോലെ. ഇത് ഡ്യൂക്ക് 200 BS3ൻ്റെ വരുന്ന പൊസിഷൻ ഇതാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു റൂട്ട് നോക്കിയിട്ട് മാത്രം ഊരുക കറക്റ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ഊരുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഏത് പൊസിഷനിലാണ് വന്നതെന്നുള്ള ഊരുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ KTMൻ്റെ ഒറിജിനൽ സ്പെയർ പാർട്സ് എന്ന് വാങ്ങിയതാണ്. ഇതിന് ഏകദേശം ഒരു 150 രൂപേൻ്റെ ഉള്ളിലാണ് റേറ്റ് വരുന്നത്. കേബിൾ ഇടുമ്പോൾ മാക്സിമം OE പാർട്സ് തന്നെ ഇടാൻ ശ്രമിക്കാം. സോ നമുക്ക് ഫിറ്റ് ചെയ്താലോ. ഫിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ ആദ്യം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് സ്വിച്ച് മോഡുകളും ആദ്യം വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ആ ഫസ്റ്റ് വന്നിട്ടുള്ള പാത്ത് ഉണ്ടല്ലോ, അതായത് ആ ടീ സ്റ്റെമ്മിൻ്റെ ആ ഭാഗത്ത് കൂടി വരുന്നുണ്ടല്ലോ, ആ പാത്ത് കറക്റ്റ് ആക്കിയിട്ട് ഇടുക. ഇത് ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും നോക്കേണ്ട കാര്യം എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് റൂട്ടാണ്. കാരണം ആദ്യത്തെ കേബിൾ എങ്ങനെയാണോ വന്നിട്ടുള്ളത് എക്സാക്റ്റ് അതേ റൂട്ടിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ബാർ തിരിക്കുമ്പോൾ ലൂസ് വരാനോ അല്ലെങ്കിൽ ഓവറായിട്ട് റൈസ് ആവാനോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അടുത്തതായിട്ട് ചെയ്യുന്നത് ആക്സിലേറ്റർ കേബിൾ ഗ്രിപ്പിൻ്റെ ഇത് വരുന്നുണ്ടല്ലോ, സ്വിച്ച് മൊഡ്യൂൾ, അതായത് ഗ്രിപ്പ് ഇരിക്കുന്നത് സ്വിച്ച് മൊഡ്യൂളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് മൊഡ്യൂളുമ്പോൾ ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ടൈമിൽ ത്രെഡ് ഉണ്ടാവും. ഗ്രിപ്പുമ്പോൾ ഒരു സ്വിച്ച് മൊഡ്യൂളുമ്പോൾ ഒരു ത്രെഡ് വരുന്നുണ്ട്. അതിൽ കറക്റ്റ് കേബിൾ വെച്ചിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫുൾ ടൈറ്റ് ആക്കുക. അതിൽ ചെറിയൊരു ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലൂസൊന്നും വരാതെ, പ്ലേ ഒന്നും വരാതെ കറക്റ്റ് ഫുൾ ടൈറ്റ് ആക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു പ്ലേ കിട്ടുള്ളൂ. മറ്റേത് കുറച്ച് കയറി കഴിഞ്ഞാൽ കേബിൾ ഓവർ ടൈറ്റ് ആവാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് കേബിൾ അതിൻ്റെ ഉള്ളിൽ അതിൽ കറക്റ്റ് ഇരിക്കുന്ന ലെവലിൽ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ ഒക്കെ മാക്സിമം അടിക്ക് ലൂസാക്കിയിട്ട് കറക്റ്റ് ഫിറ്റിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം ഊരിയിട്ടുള്ള ആ 2 സ്റ്റാർ സ്ക്രൂ പ്രോപ്പർ ടൂൾ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ പല ടൈപ്പ് സ്റ്റാർ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അതിന് ഇട്ടിട്ടുള്ള സ്റ്റാറിനെ ആക്കാം. ഈ സ്ക്രൂ ആണെങ്കിൽ പെട്ടെന്ന് ത്രെഡ് പോണതാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ കറക്റ്റ് ടോർക്കിൽ ഓവർ ടൈറ്റ് ആക്കാതല്ലേ. എന്നിട്ട് പിന്നെ ഊരണം എന്നുണ്ടെങ്കിൽ ഓവർ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഇത് ഫൈബറാണ് വരുന്നത്, ഒന്നാമത് സ്റ്റാർ സ്ക്രൂവും കൂടിയാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് അതേ അളവിൽ ഒരു നോർമലി ഹാൻഡ് ടൈറ്റൊക്കെ പിടിച്ചാൽ മതി, ഓവർ ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഫൈബറല്ലേ, അങ്ങനെ ഊരിപ്പോരൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് അതേ ലെവലിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കറക്റ്റ് ആ പാത്തിൽ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ഇതേപോലെ 2 ലോക്ക് ഉണ്ടല്ലേ,
ആ ലോക്കിൻ്റെ ഉള്ളിൽ കേബിള് ഒന്ന് ലോക്കാക്കി കൊടുക്കുക, സെറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ലോക്കാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ല, ഈ ഗ്യാപ്പ് കുറച്ച് ബാക്കിലേക്ക് ആക്കിയിട്ട് ഈ ഗ്യാപ്പിൽ ഒന്ന് ലോക്കാക്കുക. ആദ്യം ഇവിടെ ചെയ്യണം. ഇവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ സാധനം ടൈറ്റായിട്ട് നിൽക്കില്ല, അതായത് ഇത് കുറച്ചിങ്ങനെ തള്ളി നിൽക്കും, അപ്പോൾ ലോക്കിങ് കറക്റ്റ് ആവില്ല. ഇതാകുമ്പോൾ കറക്റ്റ് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ കേബിൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രൂ പോലെ ഉണ്ട്, ഒരു ചാലുണ്ട്. ആ ചാല് കുറച്ച് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ കേബിൾ ആ ഗ്യാപ്പിൽ പ്രോപ്പറായിട്ടിരിക്കും. അപ്പോൾ കറക്റ്റ് അതിൽ ചെയ്യുക. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണത് വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഹാൻഡിലൊക്കെ തിരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും.